പറഞ്ഞായിരുന്നു ഹീറോ മോട്ടോർ കോർപ്സിനകത്തുള്ള എൻട്രി. രാവിലെ നമ്മൾ സംസാരിച്ചത് ഹീറോ മോട്ടോർ കോർപ്സിലുള്ള എൻട്രി. കൃത്യമായിട്ട് ഈ ഒരു ലൈനിൽ വന്നപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി ഈ 5000 എന്ന് പറഞ്ഞ സൈക്കോളജി സപ്പോർട്ട് ആയതുകൊണ്ടും മാത്രമല്ല നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു താഴേക്ക് വരുമ്പോൾ തിരിച്ച് കയറും എന്നുള്ളത്, തിരിച്ച് ഈ റീജിയനിലോട്ട് വരും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് അത് വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു, വീഡിയോ കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ വന്ന് നമുക്ക് 29 രൂപ പ്രോഫിറ്റ് ആയി. നമ്മൾ 5005 നമ്മൾ എൻട്രി എടുത്തത്, 5034 ഇപ്പം മനസ്സിലായോ. അപ്പോൾ നമുക്ക് ഏകദേശം 30 രൂപയുടെ ഒരു പ്രോഫിറ്റ്. ജസ്റ്റ് സിമ്പിൾ ഒരു എൻട്രി എങ്ങനെ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഈ രീതിയിൽ എല്ലാ വോളിയം വരുന്നത്. ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. 30-35 ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള പ്രോഫിറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ കയറിയ ഒരാൾക്ക് 30 രൂപയുടെ പ്രോഫിറ്റ് ഇറങ്ങിയാലും മതി, ക്വാണ്ടിറ്റി ഒരു 100 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ. മനസ്സിലായോ? 10 ആണെങ്കിൽ 300 രൂപ, 100 എടുക്കുന്നവർക്ക് 3000 രൂപയുടെ ഒരു ദിവസം അയാൾക്ക് പ്രോഫിറ്റ് ആയി. പിന്നെ അയാൾക്ക് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് പറഞ്ഞത്, എൻട്രി എവിടെ എക്സിറ്റ് എവിടെ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ താഴോട്ട് പോയാലും നമുക്ക് വിഷയമില്ല. പക്ഷെ നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായോ. അവിടെയാണ് എൻട്രി എടുക്കേണ്ടതെന്നുള്ള ഏകദേശം രൂപം നമുക്ക് ധാരണയായി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് ആ ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് അതിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. ഈ ഒരു സൈക്കോളജി സെറ്റപ്പ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ സെറ്റപ്പ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം വരുന്നതല്ല, ഒരു കോൺഫിഡൻസ്, ഒരു കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ എൻട്രി എടുക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കൊടുക്കുന്നത്. ആരും മണി മേക്കിംഗ് ട്രിക്ക് ഒന്നും ആരും പറഞ്ഞ് റിയലി മണി മേക്കിംഗ് ട്രിക്സ് ഒന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല. സോ എനിവേ, ഇതാണ് അതിൻ്റെ ഒരു രീതി. നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. ഇങ്ങനെയാണ് ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് തരുന്ന സ്റ്റോക്കുകളാണ്. ഈ പറഞ്ഞ ഹീറോയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് തരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വലിയൊരു സപ്പോർട്ട് പ്രൈസസ് ഞാൻ ഇട്ടിരിക്കുന്നതാണ്, കണ്ടുപിടിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് മൂവ്മെന്റ് ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 40 റുപ്പീസൊക്കെ ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ വരും. പിന്നെ രാവിലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നല്ല രീതിയിൽ മുകളിൽ പോവുകയും ചെയ്ത് താഴേക്ക് വരികയും ചെയ്തു. പിന്നെ ഇന്ന് എക്സ്പയർ ഡേറ്റും കൂടെ ആയതുകൊണ്ട് എക്സ്പയറിയെ പറ്റി ഞാൻ പിന്നീട് പറയാം, എന്താണ് എക്സ്പയർ എന്നുള്ളത്. അറിയാവുന്നവരുണ്ടായിരിക്കും. എന്നിട്ട് 37 പോയി. അത് പോകാൻ സാധ്യത ഉണ്ട്, ഇവിടെ വരെ പോകും, ഹൈ വരെ പോകാൻ സാധ്യത, 50 വരെ പോകാൻ സാധ്യതയുണ്ട്. 50 തൊട്ട് താഴെ വരെ പോയിട്ട് അവിടുന്ന് ഓഫ്സൈറ്റ് ചെയ്ത് തിരിച്ചിറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുകയും ചെയ്യാം. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. ജസ്റ്റ് മനസ്സിലാക്കാനും പറയാനും വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടത്, എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്. അപ്പം ചിലർ പറയായിരിക്കും ഇത് കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ലൈവായിട്ട് കാണിച്ചു തന്നെയാണ് എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്. പിന്നെ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ലൈവായിട്ട് അങ്ങനെ ആരും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷനാണ്. എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു, എങ്ങനെ എടുക്കും എന്നുള്ളത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അവരുടെ ഫണ്ട് അസറ്റ് അനുസരിച്ചിട്ടുമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് അവരുടെ ഐഡിയ അല്ലെങ്കിൽ ധർമ്മം, അതനുസരിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ തിയറി മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. തിയറി മാത്രം പറയുകയല്ല, ലൈവായിട്ട് ഞാൻ ലൈവ് ചാർട്ടിൽ വന്നിട്ട് ട്രേഡ് എടുത്ത് കാണിച്ചു തന്നു, അത് പ്രോഫിറ്റിലേക്ക് കയറുന്നതും കാണിച്ചു തന്നു. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം ഹീറോ മോട്ടോർ കോർപ്സ് ആണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തത്. അതിന് മൊമെൻറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NSE സൈറ്റിൽ കയറിയിട്ട് NSE ഹീറ്റ് മാപ്പ് പഠിച്ചു കൊടുത്താൽ അറിയാൻ പറ്റും നമുക്ക് അതിനകത്ത് ഏതൊക്കെ സ്റ്റോക്സ് അപ്പ് ആണ് ഡൗൺ ആണെന്നൊക്കെ. സ്റ്റോക്ക് ചെയ്യുന്നവർക്ക് ഓപ്ഷൻസ് ആണെങ്കിൽ ഓപ്ഷൻസ് രണ്ടും ഒരേ രീതിയിൽ നമുക്ക് ഒരേ ദിവസം ചെയ്യാൻ പാടായിരിക്കും. ഓപ്ഷൻസ് ആണെങ്കിൽ ഓപ്ഷൻസിൻ്റെ അതേ രീതിയിൽ ലെവലും ലൈനൊക്കെ വന്നതിന് ശേഷം ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ നിൽക്കാവും. അത് രണ്ടുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഓപ്ഷൻസിൽ കറക്റ്റ് എൻട്രി എക്സിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസിലോട്ട് പോകും. ലോസല്ല, ഐ മീൻ നമുക്കത് ഉദ്ദേശിച്ച രീതിയിൽ ഡയറക്ഷൻ കിട്ടത്തില്ല, നമുക്ക് ഫോക്കസ് കിട്ടത്തില്ല. വളരെ ഫോക്കസ് കൂടുതൽ വേണ്ടതാണ് ഓപ്ഷൻ ട്രേഡിങ്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഏകദേശം നമുക്ക് സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എൻട്രി എക്സിറ്റ് നമുക്ക് ഐഡന്റിഫൈ ട്രേഡ് ചെയ്യാൻ പറ്റും, മൊമെന്റ് അറിയാവുന്നവർക്കാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന സാധനം തിരിച്ചായിരിക്കും ഇറങ്ങുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ എടുത്ത സാധനം 41 വരെ പോയി. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ സ്റ്റോക്ക് 41 വരെ പോയി. ഞാൻ 505 എടുത്തതാണ്. ഏകദേശം 35 രൂപ പ്രോഫിറ്റ് ആയി. ഒരു 10 എടുത്തെങ്കിൽ 350 ആയിരുന്നു, 100 ആണെങ്കിൽ 3500 ആയി. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഇത് ക്വാണ്ടിറ്റി അത് നമ്മളുടെ ഡിസ്കഷൻ പോലാണ്, അയാൾ എത്ര എടുക്കണോ എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 8-10 ആവറേജ് എടുക്കുന്നത്, ഒരു 3 days അല്ലെങ്കിൽ 5 days ഹോൾഡ് ചെയ്തിട്ട് 10 to 15 അല്ലെങ്കിൽ
എടുത്ത് വെക്കാറുണ്ട്. അത് വേറെ ആസറ്റിൽ ഇടുവാണെങ്കിൽ തന്നെ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് വരും. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് നോക്കേണ്ട കാര്യങ്ങളൊന്ന് റിസ്ക് ഫാക്ടറോടെ നോക്കുക. എൻട്രി എടുക്കുന്ന പോയിന്റ് കറക്റ്റ് ആയിരിക്കുക. അതായത് ഇവിടെ തന്നെ എൻട്രി എടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ ഇവിടെ എൻട്രി എടുത്താലും നമുക്കിത് കിട്ടില്ല. എൻട്രി ഇവിടെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എൻട്രി കറക്റ്റ് ആവുന്നതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഒരു എൻട്രി എങ്ങനെ കറക്റ്റായിട്ട് എടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോക്ക് ഇത്രയും പറയുന്നുള്ളൂ. ഇത് ഇത് മനസ്സിലാക്കി എടുക്കാന്നുള്ളൂ. മനസ്സിലാക്കി എടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനുണ്ട്. കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇതെന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമ്മൾ ലൈവായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്തും മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് പഠിച്ചെടുക്കാനേ പറ്റുള്ളൂ. സിംഗിൾ ഡേയിലൊന്നും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ലെവലിൽ നിന്ന് എങ്ങനെ അത് മൂവ് ചെയ്യുന്നുള്ളതും അതിൻ്റെ ഓരോ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ പാറ്റേൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നുള്ളതും അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റുമായിട്ട് കുറേ ഇൻട്രാക്ഷൻസ് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഓക്കെ.